നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഓഫീസ് എല്ലാ വശത്തു നിന്നും സീൽ വെച്ച് പൂട്ടിയതായി ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവുമായ അതിഷി വ്യക്തമാക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും അതിഷി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ പാർട്ടിയുടെ ഓഫീസ് എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രവർത്തനരഹിതമാക്കുന്നത്? ഇത് ഭരണഘടനയ്ക്കെതിരാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചിട്ടുണ്ടെന്നും അതിഷി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. കേന്ദ്രം കണക്ക് കൂട്ടുന്നതും ഇതുതന്നെയാണ്. തിരഞ്ഞെടുപ്പ് അംഗത്തിൽ നിന്ന് AAPയെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് മോദി ഭരണകൂടത്തിൻ്റെ ആവശ്യം. അതിനുവേണ്ടിയാണ് തിരക്കിട്ട് ഇപ്പോൾ കേജ്രിവാളിനെ അകത്താക്കിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി സമയം ചോദിച്ചുകൊണ്ട് AAP നൽകിയ കത്തും അതിഷി എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ലെന്നും ഇത്തരത്തിലുള്ള സമീപനമാണ് ഉണ്ടാകുന്നതെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസ്ഥ പോലും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. ആം ആദ്മി പാർട്ടി ഓഫീസിലേക്ക് പോകുന്ന വഴി പോലീസ് അടച്ചിരിക്കുന്നു. മന്ത്രിമാർക്ക് വീടുകളിലേക്കോ ഓഫീസുകളിലേക്കോ പോകാൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം നടത്തുക? അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി MLAയുടെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു. തുടർച്ചയായി ദ്രോഹിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടപെട്ടാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസ്ഥ പോലും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഉടൻ തന്നെ സമയം അനുവദിക്കണമെന്നും ആം ആദ്മി പാർട്ടിയുടെ 4 അംഗ സംഘത്തിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. ഇതിനിടെ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഇടപെടണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. മദ്യക്കേസിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ED പരിശോധന വ്യാപിപ്പിക്കുന്നതിനിടെയാണ് കെജ്രിവാളിന്റെ നീക്കം. EDയുടെ അറസ്റ്റ് നിയമവിരുദ്ധമെന്നും തന്നെ എത്രയും വേഗം ജയിൽ മോചിതനാക്കണമെന്നും കെജ്രിവാൾ ഹർജിയിൽ പറയുന്നു. കോടതി അടിയന്തര സിറ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാൾ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ED അറസ്റ്റ് ചെയ്ത കെജ്രിവാളിനെ 6 ദിവസത്തെ കസ്റ്റഡിയിൽ കഴിഞ്ഞ ദിവസം കോടതി വിട്ടിരുന്നു. കവിതയുടെ ബന്ധുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും MLA ഗുലാം സിംഗിന്റെ വീട്ടിലുമാണ് പരിശോധന നടന്നത്. പാർട്ടിയുടെ ഗുജറാത്ത് ഇൻചാർജാണ് ഗുലാബ് യാദവ്. കവിതയുമായി ഡീൽ ഉറപ്പിച്ചെന്ന് കെജ്രിവാൾ പറഞ്ഞെന്ന കേസിലെ സാക്ഷി മഗുണ്ട റെഡ്ഡിയുടെ മൊഴി ED ആയുധമാക്കുകയാണ്. കവിതയുടെ കസ്റ്റഡി ഈ മാസം 26 വരെ നീട്ടിയ സാഹചര്യത്തിൽ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യൽ നടത്തും. ഇതിനിടെ പഞ്ചാബിലെ മദ്യനയത്തിലും ED അന്വേഷണം നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ED കസ്റ്റഡിയിലുള്ള കെജ്രിവാളിനെ CBIയും കസ്റ്റഡിയിൽ വാങ്ങും. മദ്യനയ കേസിൽ ആദ്യം കേസെടുത്തതും അന്വേഷണം തുടങ്ങിയതും CBI ആണ്. EDയുടെ ചോദ്യം ചെയ്യലിന് പിന്നാലെ കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് CBIയും വിചാരണ കോടതിയിൽ അപേക്ഷ നൽകും. ഇതോടെ മാസങ്ങളോളം ഏജൻസികളുടെ കസ്റ്റഡിയിൽ കെജ്രിവാൾ തുടരാനാണ് സാധ്യത. എന്നാൽ കേസിലെ അന്വേഷണവുമായി മുന്നോട്ട് പോയത് ED ആണ്. കള്ളപ്പണ ഇടപാടിൽ കെജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വാങ്ങിയതോടെ വീണ്ടും കേസിലേക്ക് രംഗപ്രവേശം ചെയ്യാൻ ഒരുങ്ങുകയാണ് CBI.